നമ്മൾ രാവിലെയിലേക്ക് വിശദമായി കടക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശബരിമല ഇപ്പോൾ ഏറെ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിൽ ആണ് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകളുണ്ട്. അതോടൊപ്പം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിരവധിയായ ആളുകളെ, പ്രത്യേകിച്ച് മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ കൂടി ഈ ചർച്ചകൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കുകയാണ്. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി എം.ജി. മനുവും ഇന്ന് സ്ഥാനമേൽക്കും. ദിവസം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. വി വിനോദ് ആണ് ശബരിമലയിൽ നിന്ന് ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. ശബരിമല എന്ന വാചകം അല്ലെങ്കിൽ എന്ന വാക്കൊക്കെ ഈ സമയത്ത് പ്രയോഗിക്കുമ്പോൾ അധികവും ഈ വിവാദം, സ്വർണ്ണക്കൊള്ള അതൊക്കെ ആയിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഈ ഭക്തരായിട്ടുള്ള ശബരിമലയിലെ ഭക്തരായിട്ടുള്ള അയ്യപ്പന്മാരിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇന്ന് നട തുറക്കുന്നു. പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കുന്നു. ഒരുക്കങ്ങൾ എത്രത്തോളമായി വിനോദ്? അഭിലാഷ്, നമ്മൾ വാർത്താ ബുള്ളറ്റിൻ തന്നെ തുടങ്ങിയത് സഹിഷ്ണുതയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. വിശ്വാസി സമൂഹം വളരെ സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അഭിലാഷ് പറഞ്ഞതുപോലെ വിവാദങ്ങൾക്ക് നടുവിലാണ് ശബരിമല. SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് മണ്ഡല മകരവിളക്കിന് നട തുറക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. നമ്മളിപ്പോൾ ഉള്ളത് 18ാം പടിക്ക് മുന്നിലാണ്. ഇന്ന് മേൽശാന്തിമാർ ചുമതലയേൽക്കുന്നുണ്ട്. ഇ.ഡി. പ്രസാദാണ് ശബരിമല മേൽശാന്തി. മാളികപ്പുറം മേൽശാന്തിയായ എം.ജി. മനു ചുമതലയേൽക്കും. വൈകിട്ട് 5 മണിയോടുകൂടി നട തുറക്കും. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഭക്തജനങ്ങൾ പമ്പയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും വിവാദം നിലനിൽക്കുമ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള തീർത്ഥാടകർ നമ്മൾ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്കുള്ള യാത്രയിൽ നമ്മൾ വഴിയിൽ കണ്ടത് കാൽനടയായി എത്തുന്ന അയ്യപ്പ ഭക്തരെയാണ്. അതൊരു സ്ഥിരം കാഴ്ചയാണ്. പല ദൂരദേശങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായി ഇവിടേക്ക് ഭക്തരെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം, ദേവസ്വം ബോർഡിന്റെ ജോലികൾ ആരംഭിക്കുകയാണ്. കരാർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആ ജോലികളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയ ആളുകളുണ്ട്. അവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി സന്നിധാനത്ത് തമ്പടിക്കുകയാണ്. ഭക്തരെ പമ്പയിൽ ഉണ്ടെങ്കിൽ തന്നെയും ശബരിമല നട തുറക്കുന്ന ആ സമയത്ത് അതിനു മുൻപായിരിക്കും ഇവിടേക്ക് പ്രവേശിപ്പിക്കുക. ഇരുപിടിക്കെട്ടുമായി തന്നെ ഭക്തരൊക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വൃശ്ചികം 1 തലേ ദിവസമാണ് നട തുറക്കുന്നത്. അത് ആ പതിവ് തന്നെയാണ് ഇപ്പോഴും പാലിക്കുന്നത്. അതേസമയം അഭിലാഷ്, നമുക്ക് ഇങ്ങനെ ഒരു ഭക്തി നിർഭരമായ സമയത്ത് പോലും വിവാദങ്ങളെ പരാമർശിക്കാതെ പോകാൻ തരമില്ല. കാരണം അത്ര കണ്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. നമുക്ക് സോപാനത്തിലേക്ക് ഇത്തവണ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു ഔദ്യോഗികമായ കാര്യം വരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സോപാനത്തേക്ക് ഏതായിരുന്നാലും മാധ്യമപ്രവർത്തകരെ ഒരുപക്ഷെ ഈ സീസണിൽ പ്രവേശിപ്പിച്ചില്ല. കാരണം നമ്മൾ ഈ കാണുന്നതാണ് സോപാനം. 18ാം പടി കഴിഞ്ഞ് മുകളിൽ എത്തുമ്പോഴാണ് നമ്മൾ സോപാനം എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് താഴെ കാണാം, ഇവിടെ നാളികേരം ഉടയ്ക്കുന്നു. അതായത് 18ാം പടിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വലതു ഭാഗത്ത് നാളികേരം ഉടയ്ക്കുന്ന സ്ഥലമുണ്ട്. അതിന് മുകളിലായാണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. വശത്തുകൂടിയുള്ള സ്റ്റെപ്പുകളിലൂടെ കയറി ഏറ്റവും മുകളിൽ, അവിടെ ഇപ്പോൾ ആളുകൾ നിൽക്കുന്നുണ്ട്, അവിടുത്തെ ജീവനക്കാരാണ്. ആ ഭാഗത്തൊക്കെയാണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ, അവിടെ നിന്ന് കുറച്ചുകൂടി മാറിയാൽ നമ്മൾ ലൈവൊക്കെ സാധാരണ നൽകുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീകോവിൽ കാണാം. ഈ ദാരുശില്പങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി ക്യാമറയിൽ ചിത്രീകരിക്കാൻ കഴിയും. അത് ലൈവായും അല്ലാതെ നമ്മുടെ പ്രോഗ്രാമായും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ അവിടെ ഇപ്പോൾ പ്രവേശിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനെ SITയുടെ അന്വേഷണം, കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നിട്ടില്ല. എങ്കിൽ തന്നെയും ഒരുപക്ഷെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് താഴെ നിന്ന് മാത്രമേ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ ഇത്തരത്തിൽ ലൈവുകളും മറ്റ് ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ തീർച്ചയായും. അതായത് വിനോദ് ഇത് സൂചിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി പലപ്പോഴും ഈ മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിലൊക്കെ ദീപാരാധന സമയത്ത് നമ്മൾ മറ്റു വാർത്തകൾ മാറ്റിവെച്ചുകൊണ്ട് ആ സമയത്ത് ഈ ദർശന നട തുറക്കുന്നത് നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോഴും ആ വിഗ്രഹം ഒന്നും ദർശിക്കുന്ന തരത്തിലല്ല. വിനോദ് സൂചിപ്പിച്ചതുപോലെ സോപാനത്തിന് മുന്നിൽ, നടയ്ക്കു മുന്നിൽ നിന്നുകൊണ്ട് ഭക്തർ
ആ വാതിൽ തുറന്ന് ദീപാരാധന നടത്തുന്ന സമയത്ത് ഏറ്റവും ഭക്തി നിർഭരമാകുന്ന സമയങ്ങളിലൊന്നാണ്. അത് ഹരിവരാസനം പാടുമ്പോഴും ദീപാരാധനയുടെ സമയത്തുമൊക്കെയാണ്. അത് നമ്മൾ പലപ്പോഴായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വളരെ കൗതുകകരമാണ്. എന്തായാലും ഇപ്പോൾ വിനോദ് പങ്കുവെക്കുന്ന വിവരം. അവിടേക്കൊന്നും ഇനി മാധ്യമങ്ങളെ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരല്ല ഇതൊന്നും അടിച്ചു മാറ്റിയത്, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിൻ്റെ തലപ്പത്തിരുന്നവരുമൊക്കെയാണ്. അപ്പോൾ ഈ കൊള്ളയൊക്കെ നടന്നാൽ ഇനിയും അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടണ്ട എന്നാണോ വിനോദേ? തീർച്ചയായും ഇതിൽ നമുക്ക് അറിയാം, SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ചില നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്ന ഒരു ഔദ്യോഗികമായ അറിയിപ്പായി വന്നിട്ടില്ല. ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളാണ്. ഒരുപക്ഷെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കും എന്ന തരത്തിലൊക്കെയുള്ള ചില വിവരങ്ങളാണ് വരുന്നത്. അതിൽ അടുത്ത ദിവസമായിരിക്കും പൂർണ്ണതോതിൽ നട തുറന്ന ശേഷമായിരിക്കും ഭക്തജനങ്ങൾ എത്തുന്നതും അവിടേക്കുള്ള പ്രവേശനവും സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ അന്തിമമായി ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ N വാസു അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ആ തരത്തിലൊക്കെ ഉള്ള വ്യക്തികൾ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യമാണ്, ഞെട്ടിക്കുന്ന സാഹചര്യം തന്നെയാണ്. കാരണം 2025 പോലും, ഈ വർഷം പോലും ഇവിടെ നിന്ന് പാളികൾ കൊണ്ടുപോയി, നേരത്തെ ഈ സ്വർണ്ണ പാളികൾ കൊണ്ടുപോയി അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തുന്നു മഹസറിൽ. അത് വീണ്ടും ആ യഥാർത്ഥ പാളികൾ മാറ്റി മറ്റ് പാളികൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. വീണ്ടും അതേ പാളികൾ, അതായത് ഒന്നിൽ കൂടുതൽ തവണ, തൊട്ട് മുമ്പല്ല ഈ കവർച്ച നടന്നിരിക്കുന്നത്, കൊള്ള നടന്നിരിക്കുന്നത്, അതിനു മുൻപ് തന്നെ ഇവിടെ നിന്ന് പാളികൾ പോയിരിക്കുന്നു, യഥാർത്ഥ പാളികൾ പോയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2019 മുതലുള്ള കാലഘട്ടത്തിലെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അവിടെയും വാദപ്രതിവാദങ്ങളുണ്ട്. അന്ന് A. പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അത് ആദ്യം കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് വരുമോ? ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രതികരണം വാസുവിനെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു. N വാസു ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ലല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പ്രതികരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വാക്കുകളായി വന്നത്. ഏതായിരുന്നാലും ഇതിൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദേവസ്വം ബോർഡ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കേന്ദ്രത്തിലേക്ക് വരികയാണ്, വിവാദസ്ഥാനത്തേക്ക് വരികയാണ്. പ്രശാന്ത് കഴിഞ്ഞ സീസണിൽ വളരെ നന്നായി ശബരിമല മകരവിളക്ക് അല്ലെങ്കിൽ മണ്ഡലകാലം മകരവിളക്ക് സീസണൊക്കെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുവെന്ന് CPM-ൽ തന്നെ, ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രശംസ ലഭിച്ച സമയത്താണ് പൊടുന്നനെ ഈ വിവാദം വരുന്നത്. നമുക്കറിയാം, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ചു ചേർത്ത വലിയൊരു ബൃഹത് യോഗം, ആ യോഗം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾക്ക് താഴെയുള്ള ഒരു പീഠം കാണാനില്ല എന്ന വിമർശനമുണ്ടാകുന്നത്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ എന്തുകൊണ്ട് ആ വെളിപ്പെടുത്തൽ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയമായി അവശേഷിക്കുന്നുണ്ട്. ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ബോധപൂർവം ഉണ്ടായതാണോ, അല്ലെങ്കിൽ താൻ തന്നെ കുടുങ്ങുമെന്ന സാഹചര്യം അപ്പോൾ ഉണ്ണികൃഷ്ണൻ അറിയാമായിരുന്നു എന്ന സംശയമൊക്കെ തന്നെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ നടന്ന എന്ത് കാര്യമാണ്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകാതെ പോയെങ്കിൽ ഒരുപക്ഷെ ഇതിലേക്ക് അന്വേഷണം പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല, കോടതി ഇത് അറിയുന്ന ഒരു നിലയുണ്ടാകില്ല. ഇതെല്ലാം നിലനിൽക്കുകയാണ്. പ്രശാന്തിനെ മാറ്റിക്കൊണ്ട്, വളരെ നന്നായി പ്രവർത്തിച്ചു വന്ന ഒരു കയ്യടി നേടിയ പ്രശാന്തിനെ മാറ്റിക്കൊണ്ട് S. ജയകുമാറിനെ, അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറിയാണ്, ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസറായിരുന്നു, ശബരിമല മാസ്റ്റർ പ്ലാൻ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ശബരിമല ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം